മുണ്ടക്കൈയിലെ ബിനിലിൻ്റെ വീട് നിന്നിരുന്ന സ്ഥലത്താണ് ഞങ്ങളുള്ളത്. ബിനിൽ ഞങ്ങളുടെ കൂടെയുണ്ട്. ബിനിൽ അന്നത്തെ ഒരു അനുഭവം വിവരിക്കും. ബിനിൽ, വീട് എവിടെയായിരുന്നു എന്നാണ്? ഈ കല്ലിൻ്റെ മേലായിരുന്നു വീടുണ്ടായിരുന്നത്. അത് കൂടെ നേരെ മുന്നിൽ കാണുന്നായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന റോഡ്. അപ്പോൾ റോഡൊക്കെ പോയി. പിന്നെ ഇപ്പോൾ ഉള്ളത് ഈ കല്ല് മാത്രമേ ഉള്ളൂ. വീട് പൂർണ്ണമായിട്ടും അടിയോടെ പോയതാണ്. ഇത് ഒലിച്ചു വന്ന കല്ലാണോ? അല്ലല്ല, ഇത് ഓൾറെഡി ഇവിടെ ഉള്ളതാണ്. അതിൻ്റെ മേലെയാണ് നമ്മുടെ വീടും തറയൊക്കെ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളതൊക്കെ പോയതാണ്. ഇപ്പം ഈ കല്ല് മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത്. അന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഞങ്ങൾ ഇവിടെ അല്ലായിരുന്നു. ഞങ്ങൾ പെങ്ങളുടെ വീട്ടിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഇവിടെ അന്ന് താമസമല്ലായിരുന്നു ഞങ്ങൾ. മഴയില്ലാതെ മഴ ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും മാറിപ്പോയതാണ് അവിടുന്ന്. ഇപ്പോൾ എങ്ങനെയാ താമസമൊക്കെ? ഇപ്പോൾ ടൗൺഷിപ്പിലാണ്. കുഴപ്പമില്ല. ആദ്യത്തെ ഇതിൽ കിട്ടിയല്ലേ? അല്ല, ഫേസ് 1 തന്നെ വീട് കിട്ടി. താമസം തുടങ്ങിപ്പോൾ. ഇവിടെ വന്ന് കാണുമ്പോൾ എന്താ തോന്നുന്നു? കാണുമ്പോൾ സങ്കടമുണ്ട്. കാരണം നമ്മൾ വീട് കയറി കൂടിയിട്ടൊരു 3 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ മര്യാദയ്ക്ക് ഒരു ഇത് തീർന്നിട്ടില്ലായിരുന്നു. വീട്ടിൽ താമസിച്ചിട്ടുള്ളൊരു സന്തോഷം കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതിന് മുന്നേ തന്നെ വീട് നഷ്ടപ്പെട്ടു. കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ എല്ലാവരും പോയി. ആരും ബാക്കിയില്ല. അയൽവാസികളായി ഉണ്ടായിരുന്ന അന്ന് താമസിച്ചിരുന്ന ആരും ബാക്കിയില്ല. എല്ലാവരും മരണപ്പെട്ടു. ഇന്ന് ഇവിടേക്ക് വരുമ്പോൾ സങ്കടമുണ്ട്. ഇടയ്ക്ക് വരുമ്പോൾ എപ്പോഴായാലും നമുക്ക് ഓർക്കുമ്പോൾ ഒരു സങ്കടമാണ്. ബിനിൽ ഞങ്ങളോട് പങ്കുവച്ചതാണ് ഈ വിവരങ്ങൾ. ബിനിലും കുടുംബവും അമ്മയും പെങ്ങളും അടങ്ങുന്ന കുടുംബം ഇവിടെ താമസിച്ചിരുന്നതാണ്. പക്ഷേ അന്ന് മാറി താമസിച്ചായിരുന്നു. പെങ്ങളുടെ വീട്ടിലേക്ക് മാറി താമസിച്ചത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട കുടുംബമാണ്. ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരും മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ദിവസം കൂടിയായിരുന്നു 2 വർഷം മുൻപുള്ള ആ ദിവസം.